കനത്ത മഴയിൽ ആലുവ മെട്രോ സ്റ്റേഷന് സമീപത്തുള്ള വീട്ടിൽ വെള്ളം കയറി. വീട്ടുപകരണങ്ങൾ നശിച്ചു. ഓട നിറഞ്ഞാണ് വെള്ളം കയറിയത്. എബിൻ ജോസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. കൊച്ചിയിൽ കഴിഞ്ഞ അരമണിക്കൂറിലധികമായി ശക്തമായ മഴയായിരുന്നു പെയ്തത്. ഈ മഴയിലാണ് ആലുവ മെട്രോ സ്റ്റേഷന് പുറകിലുള്ള ഒരു വീട്ടിൽ ഓടയിൽ നിന്ന് വെള്ളം കയറി ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ നശിച്ച സാഹചര്യമുണ്ടായത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ സ്ഥിതി ഉണ്ടെന്നാണ് ഇവിടുത്തെ വീട്ടുകാരടക്കം പറയുന്നത്. ശക്തമായ മഴ പെയ്യുമ്പോൾ ഓടയിൽ നിന്ന് വെള്ളം കയറുന്നു. ഈ വീട്ടിൽ നിറയെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങൾ നശിക്കുന്ന സാഹചര്യമുണ്ട്. ഇത് പലപ്പോഴും പതിവായിട്ടുള്ള സാഹചര്യമാണ്. കാരണം ഓടയുടെ നിർമ്മാണം കൃത്യമായി നടക്കാത്തതാണ് ഇതിന് കാരണമെന്നാണ് വീട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. നമുക്ക് ഈ വീട്ടുകാരോട് ചോദിച്ചാൽ അതിന്റെ കൃത്യമായ കാര്യങ്ങൾ പറയും. ചേച്ചി, ഇത് എപ്പോഴായിരുന്നു വെള്ളം കയറി തുടങ്ങിയത്? ഇതിപ്പം മഴ പെയ്തിട്ട് ഒരു അരമണിക്കൂർ ആയില്ല. 10-15 മിനിറ്റ് ആയപ്പോഴത്തേക്കും ബാക്കിൽ കാണേണ്ട അവിടുന്ന് നിറഞ്ഞിട്ട് ഇങ്ങനെ വരിക ചെയ്യാം വെള്ളം. ഇത് 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം ഒരു ദിവസം മഴ പെയ്താൽ മതി, എനിക്ക് ഇതിനകത്ത് കംപ്ലീറ്റ് വെള്ളം. 4ാമത്തെ തവണ ഞാൻ ഈ ഫർണിച്ചർ വാങ്ങിയിരുന്നത്. ഇപ്പൊ എന്റെ മകളുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഞാനിവിടെ 3 മാസമായിട്ട് താമസമായിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ ഇടയിൽ ഇപ്പൊ 4 പ്രാവശ്യം എനിക്ക് ഓട ക്ലീൻ ചെയ്യാറില്ല. അവിടെ ഇല്ല ഓട ക്ലീൻ ചെയ്യാറില്ല. ഞാൻ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, മുനിസിപ്പൽ ഓഫീസിൽ കൊടുത്തിരുന്നു. എന്താ മറുപടി പറയുന്നത്? ഒന്നും പറയാറില്ല. അത് എന്താ പറയാന്നാണ് അവർ ചോദിക്കണത് എന്നോട്. ഇതാണ് സ്ഥിതി. കാരണം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇവിടെ വെള്ളം കയറുന്ന രീതിയുണ്ട്. അത് പ്രധാനമായും ഓടയുടെ ക്രമീകരണങ്ങൾ കൃത്യമായി നടത്താത്തതാണ്, ശുചീകരണങ്ങൾ കൃത്യമായി നടത്താത്തതാണ് എന്നുള്ള ആരോപണം വീട്ടുകാർ തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഗൃഹോപകരണങ്ങളൊക്കെ വെള്ളം കയറി നശിക്കുന്ന പതിവാണ്. ഏതായാലും ഇപ്പോൾ നിലവിൽ മഴയ്ക്ക് ശമനമുണ്ട് എങ്കിൽ പോലും മഴയുടെ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ക്യാമറമാൻ അരുണോടൊപ്പം എബിൻ ജോസ്, 24 കൊച്ചി.